ഹലോ മൈഡിയേഴ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ്. ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. കുറച്ച് പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. വളരെ വലിയ പ്ലാനിങ് ഒന്നും അല്ല, ചെറിയ രീതിയിൽ സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. എന്താവുമെന്നൊന്നും ഒരു പിടിയുമില്ല. നമ്മൾ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ചേട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? കല്യാണം കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ചുള്ള ഫസ്റ്റ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇതുവരെ കഴിഞ്ഞ വർഷം വരെയും നേരിട്ട് കണ്ടല്ലോ വിഷ് ചെയ്തിട്ടെന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ ചേട്ടന് 1-2 ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗിഫ്റ്റാണ് ഇത്, ഈ ഒരു കാർഡ്. എല്ലാവരും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കും, എന്നാലും സ്പെഷ്യലായിട്ട് എന്ത് കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചെയ്തതാണിത്. വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ ഈ വീഡിയോയിൽ എനിക്കിത് കാണിക്കണമെന്ന് തോന്നി. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലില്ല, എനിക്ക് ഇൻസ്റ്റഗ്രാം പോലും ഇല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാം ആപ്പ് എടുക്കുന്നത് തന്നെ. അപ്പോഴെനിക്ക് ഇങ്ങനെ അത് ഒരിടത്തും കാണിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഫ്രണ്ട് പോർഷൻ ഇതാണ്, ബാക്ക് പോർഷൻ ഇതാണ്. ഇതൊരു ബുള്ളറ്റിന്റെ ഫ്രണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് വരച്ചു വന്നപ്പോൾ. അതുപോലെ ആയോളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ബുള്ളറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ആഗ്രഹിച്ചൊരു ബുള്ളറ്റ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നെ പോലെയാണ് ചേട്ടൻ ബുള്ളറ്റ് എന്ന് പറയുന്നത്. അത്രയും ഇഷ്ടമാണ് ബുള്ളറ്റ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ വെറുതെ വരച്ചു കൊടുത്തതാണ്. ഇതില് ഞാൻ ചേട്ടനെ സ്നേഹിക്കാനുള്ള 15 റീസൺ ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ചേട്ടൻ എന്തായാലും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരുന്നേ. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത്രയും ലോങ് ആയി പോകുമെന്നൊന്നും എനിക്കറിയില്ല, ചിലപ്പോൾ കുറച്ച് ലോങ് ആയി പോകുമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുവാണ്. എല്ലാം ഇവിടെ നിന്ന് സെറ്റാക്കിയത് അബിയും എബിയും അനിയനും ആയിട്ടാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വലിയ സെറ്റപ്പ് ഒന്നും അല്ല, എന്നാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേട്ടൻ വരാൻ സമയമായിട്ടുണ്ട്, ഉടനെ ഇപ്പൊ എത്തും. അപ്പൊ ചേട്ടൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ വലിയ സംഭവമൊന്നുമില്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താകും നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മുകളിൽ റീൽ എടുത്തുകൊണ്ട് നിൽക്കുവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും വന്ന ഉടനെ മുകളിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയിൽ നമ്മളെല്ലാം ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഒരു പാർട്ടി പോപ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് പൊട്ടിക്കാൻ മറന്നുപോയി. അങ്ങനെ ഒന്നുകൂടി എനിക്ക് കേക്ക് ചേട്ടനെ കൊണ്ട് തന്ന് പാർട്ടി പോപ്പർ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്.